Question number 9.5. A small bulb is placed at the bottom of a tank containing water to a depth of 80 centimeter. Okay, അപ്പോൾ നമുക്ക് ഒരു ടാങ്ക് ഉണ്ട്. Suppose this is the tank. Okay, it is filled with water, and we have a light source at the bottom, and the depth is 80 centimeters. Okay. Now, what is the area of surface of water through which the light from the bulb can emerge out? So, നമുക്ക് ഈ ലൈറ്റ് ഈ ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റ് എമർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഏരിയ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ്, ഈ സോഴ്സ് എന്ന് പറയുന്ന ലൈറ്റ് ആണ്. ഇറ്റ് ക്രിയേറ്റ്സ് എ കോൺ ഹിയർ. ഓക്കെ, ഈ സർഫസിലെ ഇതിന്റെ നോർമലാണ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ സർഫസ് ഒന്നുകൂടെ ഷോർട്ട് ബോൾഡാക്കി കാണിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ദി നോർമൽ. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറേ ഈ സർഫസിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ വരയ്ക്കാം, ഇവിടെ നോർമൽ വരയ്ക്കാം അല്ലേ. ഈ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദിസ് ക്യാൻ ബി മാർക്ക്ഡ് ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദിസ് ഇസ് ഓൾസോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ഇനി ഇവിടെ ഈ വരുന്ന റേസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് എന്താണ്, ഈ സർഫസിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ. അതായിരിക്കും നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇപ്പം ഇങ്ങനെ നമ്മൾ റേ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സർക്കുലർ കോൺ, ഒരു ലൈറ്റ് കോൺ എന്ന് നമുക്ക് വിളിക്കാം. ഈ ലൈറ്റ് കോണിന്റെ റേഡിയസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഇഫ് യു ഗോട്ട് ദ റേഡിയസ് യു ക്യാൻ ഫൈൻഡ് ദ ഏരിയ. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ് കോണിന്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം യൂസിങ് ദ ജിയോമെട്രി. അപ്പോൾ ഇവിടെ നമുക്ക് അതിനേക്കാൾ മുമ്പ് നമുക്ക് സൈൻ ഐ, ഈ ആംഗിള് ഐ ആണെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആംഗിൾ ഐ ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ വരിക, ഐ ആണ് വരിക അല്ലേ. സോ ഈ ജിയോമെട്രിയിൽ ഞാനിപ്പോൾ ഇതിനൊക്കെ ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ദിസ് ഇസ് ഒ, ദിസ് ഇസ് എൻ എ, ദിസ് ഇസ് ബി ആൻഡ് ദിസ് ഇസ് ഡി. ഓക്കെ, അപ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കാണാം. ട്രയാംഗിൾ ഒ ഡി ഒ ബി. ഈ ട്രയാംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടാൻ ഐ, വാട്ട് ഈസ് ടാൻ ഐ നോക്കാം. ടാൻ ഐ എന്ന് പറഞ്ഞാൽ ഏത് സൈഡ് ബൈ ഏത് സൈഡ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് സൈഡ് ബൈ ഏത് സൈഡാ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഒ ബി, അഡ്ജസന്റ് സൈഡ് ഈസ് ഒ ഡി. ക്ലിയർ ആണല്ലോ. ഈ ഒ ബിയുടെ വാല്യൂ ആണ് എന്ത്, നമ്മുടെ റേഡിയസ് വരിക. സോ ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഒ ബി വിച്ച് ഇസ് റേഡിയസ് is equal to OD into tan I. Okay, OD is the depth which is 80 centimeters, so 80 into 10 raised to minus 2 tan I. Okay, ഇതാണ് റേഡിയസ്. ഇനി നമുക്കിവിടെ റേഡിയസിന്റെ വാല്യൂ എത്രയാണോ അല്ലെങ്കിൽ മീൻസ് ഐ എത്രയാണെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സ്നെൽസ് ലോ അല്ലെങ്കിൽ ആ റിഫ്രാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ, ടോട്ടൽ റിഫ്ലക്ഷൻ, വെർട്ടിക്കൽ ആംഗിൾ ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സ്നെൽസ് ലോ എന്ന് യൂസ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ ആംഗിളിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അറിയാം ഇവിടെ ഈ റിഫ്രാക്റ്റഡ് റേ ജസ്റ്റ് ആ ബൗണ്ടറിയിലൂടെ ട്രേസ് ചെയ്യുകയാണെങ്കിൽ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐ വിൽ ബി ദ ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ ഞാൻ ജസ്റ്റ് തീറ്റ സി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആറിന്റെ വാല്യൂ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര വരിക, 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ സ്നെൽസ് ലോ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2 ബൈ N1 ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് N1 എന്ന് പറയുന്നത് ആ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും N2 എന്ന് പറയുന്നത് എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആണ്. കാരണം ഫസ്റ്റ് മീഡിയം എവിടുന്ന ലൈറ്റ് വരുന്നത്, വാട്ടറിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. സോ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമ്മൾ N1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ സൈൻ ഐക്ക് പകരം നമ്മൾ ഇവിടെ പറഞ്ഞു ക്രിട്ടിക്കൽ ആംഗിൾ ആണ് തീറ്റ സി ഡിവൈഡഡ് ബൈ സൈൻ ആർ, ആർ ഇസ് 90 ഡിഗ്രി. N2 എയറിന്റെ ആണ്, വാട്ടറിന്റെ N ആണെങ്കിൽ 1/n നമുക്ക് കൊടുക്കാം. ഓക്കെ, N1 equal to N. So from that sin theta c is equal to 1/n കിട്ടും. ഇത് തന്നെയാണ് എന്ത് വരുന്നത്, sin i വരുന്നത്. ഓക്കെ, നമ്മുടെ ഇക്വേഷനിൽ sin i എല്ലാം നമുക്ക് ഉള്ളത് tan i ആണ് അല്ലേ. അപ്പോൾ ഈ
ടാൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്താ വരിക, സൈൻ ഐ ബൈ കോസ് ഐ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കോസ് തീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള റിലേഷൻ ഉണ്ട്. സോ അവിടുന്ന് റൂട്ട് ഓഫ് 1 മൈനസ് 1 ബൈ എൻ സ്ക്വയർ എന്നുള്ള റിലേഷൻ യൂസ് ചെയ്യാം. സോ എൻ സ്ക്വയർ മൈനസ് 1 all divided by n square root of. Okay. So 1 by n into root of n square minus 1 ആണ് എന്ത് cos theta വരിക. ഇതാണ് cos theta യുടെ വാല്യൂ. സോ നമുക്ക് തീറ്റ സി, ഓഫ് കോഴ്സ് ദിസ് തീറ്റ സി നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ടാൻ ഐ ഇസ് ഈക്വൽ ടു സൈൻ ഐക്ക് പകരം എന്ത് കൊടുക്കാം, 1 by n കൊടുക്കാം, ഡിവൈഡഡ് ബൈ കോസ് ഐക്ക് പകരം 1 by n ഇൻറ്റു റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് 1 വരും. ഓക്കെ, ഇതിലാര് ക്യാൻസൽ ചെയ്ത് പോകും, 1 by n രണ്ടില് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നുള്ളത് ടാൻ ഐ ഇസ് ഈക്വൽ ടു 1 by റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് 1 ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടാൻ ഐയുടെ വാല്യൂ. യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻ ഇക്വേഷൻ നമ്പർ 1. സോ ആർ ഇസ് ഈക്വൽ ടു 80 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 ഉണ്ട് ഇൻറ്റു 1 by റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് 1. ഇവിടെ നമുക്ക് വാട്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.33. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ. സോ 80 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ 1.33 സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന ആൻസർ. 1.33 സ്ക്വയർ മൈനസ് 1. നമുക്ക് പെട്ടെന്ന് 1.33 സ്ക്വയർ അറിയില്ല എങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള പോലെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ വേണമെങ്കിൽ മാറ്റി ചെയ്യാവുന്നതാണ്. 1.33 സ്ക്വയർ മൈനസ് 1 എന്നുള്ളതിന് പകരം 1.33 പ്ലസ് 1 ഇൻറ്റു 1.33 മൈനസ് 1 ഇസ് 2.33 ഇൻറ്റു 0.33. ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ആൻസർ കിട്ടുക 2.33 ഇൻറ്റു 0.33ൻ്റെ ആൻസർ കിട്ടുക 0.76 ആണ്. അപ്രോക്സിമേറ്റ്ലി 0.7689 ആണ്. അതിൻ്റെ എന്ത് വേണം, റൂട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ റൂട്ട് ഓഫ് ദിസ് ആൻസർ is around approximately 0.88 ആണ് വരുന്നത്. റൗണ്ടഡ് ആണ് കേട്ടോ. സോ 80 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ 0.88 ആണ് ആൻസർ കിട്ടുക. സോ 80 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 എന്ന് പറഞ്ഞാൽ 0.8 ആണ്. 0.8 ഡിവൈഡഡ് ബൈ 0.88 അപ്രോക്സിമേറ്റ്ലി 0.909. ഓക്കെ, ഇതാണ് റേഡിയസ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ആരുടെ വാല്യൂ കിട്ടുന്നത്, റേഡിയസിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, റൗണ്ട് ചെയ്തിട്ട് 0.91 നമുക്ക് എടുക്കാം. നമ്മളോട് ചോദിച്ചിട്ടുള്ള റേഡിയസ് എത്രയാണെന്നല്ല, ഏരിയ എത്രയാണെന്നാണ്. സോ ഇതെന്താണ്, ഇവിടെ എന്ത് ഷേപ്പാണ് ഇവിടെ ഉണ്ടാക്കുക, ഇതൊരു കോണാണ്, എന്താ സർക്കുലാർ കോണാണ് ആക്ച്വലി ഇവിടെ ഉണ്ടാവുക. ആ സർക്കുലാർ കോണിൻ്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. സോ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. സോ യു ക്യാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ 3.14 വിത്ത് 0.91ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അപ്രോക്സിമേറ്റ്ലി 2.60 ആണ് വരിക, 3 മീറ്റർ സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ ഏരിയ ഓഫ് ദാറ്റ് കോയിൻ, മീൻസ് ലൈറ്റ് കോൺ.